ഇന്നത്തെ എപ്പിസോഡിൽ റസ്മിൻ്റെയും ജാസ്മിൻ്റെയും വഴക്കിലേക്ക് നയിച്ചിട്ടുള്ള സാഹചര്യങ്ങളും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളുമാണ് മെയിനായിട്ടുണ്ടായിരുന്നത്. ഇവിടെ റസ്മിൻ്റെ കയ്യിൽ നിന്ന് പോയതാണെങ്കിൽ അൻസിബയും നോറയും കയ്യിൽ നിന്നിട്ടതാണ്. കാരണം റസ്മിനും ജാസ്മിനും കരയാനൊരു റീസൺ ഉണ്ട്. അൻസിബയ്ക്കും നോറയ്ക്കും എന്താ പ്രശ്നം? ഇതിൽ അൻസിബേനെയും നോറേനെയും എന്തിന് വിമർശിക്കുന്നു എന്ന് ചിന്തിക്കുന്നവരോടാണ് ജാസ്മിൻ്റെ കുറ്റം നിരന്തരം റസ്മിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്ത് റസ്മിൻ്റെയും ജാസ്മിൻ്റെ ഇടയ്ക്ക് ഇതുപോലൊരു പ്രശ്നം ഉണ്ടാക്കാൻ അൻസിബയ്ക്കും നോറയ്ക്കും കഴിഞ്ഞെങ്കിൽ അതവരുടെ കഴിവായിട്ട് കാണുന്നവരുണ്ടാവാം, അതിൽ അഭിമാനിക്കുന്നവരുണ്ടാവാം. എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് അങ്ങനത്തെ ക്യാരക്ടേഴ്സിനെ ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇന്നലെയും കൂടെ റസ്മിൻ ജാസ്മിൻ്റെ അടുത്ത് സംസാരിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ റസ്മിനെ പ്രാഗിയ ആളാണ് നോറ. ഇവിടെ നോറയ്ക്ക് ജാസ്മിനെ ഇഷ്ടമല്ലാത്തതുപോലെ തന്നെയാണ് നോറ നിൽക്കുന്നതും. അത് നോറേൻ്റെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഇവിടെ നോറ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? നോറയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ റസ്മിനും ഇഷ്ടപ്പെടാൻ പാടില്ല, റസ്മിനും ജാസ്മിൻ്റെ അടുത്ത് സംസാരിക്കാൻ പാടില്ല. അതിനുവേണ്ടി ജാസ്മിൻ്റെ കുറ്റങ്ങൾ നിരന്തരം റസ്മിൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. റസ്മിൻ എങ്ങാനും ജാസ്മിൻ്റെ അടുത്ത് മിണ്ടാൻ പോയി കഴിഞ്ഞാൽ അവിടെ പോയി വിളിച്ചുകൊണ്ട് വരിക, മിണ്ടിയതിൻ്റെ പേരിൽ ദേഷ്യപ്പെടുക, പ്രാകുക, ഇതൊക്കെയാണ് നോറ അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ അൻസിബയും കൂടെ കൂടിയപ്പോൾ അൻസിബയ്ക്കും ജാസ്മിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അങ്ങനെ അൻസിബേൻ്റെയും നോറേൻ്റെയും ഡേർട്ടി ഗെയിമിൽ റസ്മിൻ വീണു എന്നുള്ളത് റസ്മിൻ്റെ കഴിവുകേട് തന്നെയാണ്. ഇവിടെ അൻസിബ ഋഷീനെ കൊണ്ട് നടക്കുന്നത് എങ്ങനെയാണ്? ഋഷീനെയും റസ്മിനെയും കൂടെ ഞാൻ ഒരുമിച്ച് പറയില്ല. കാരണം ഋഷി വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള, വളരെ പ്യുവർ ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ ജെനുവിൻ ആയിട്ടുള്ള, റിയൽ ആയിട്ടുള്ള ഒരാളാണ്. അവനെ ഇപ്പോൾ അൻസിബയ്ക്കെന്നല്ല ആർക്ക് വേണേലും മാനിപ്പുലേറ്റ് ചെയ്യാം. റസ്മിൻ അങ്ങനെയല്ല. റസ്മിൻ കുറച്ച് വളഞ്ഞ ബുദ്ധിയൊക്കെ കയ്യിലുള്ള, അത്യാവശ്യം ചിന്തിച്ച് പെരുമാറുന്ന ഒരു ടൈപ്പാണ്. ഋഷി അങ്ങനെയല്ല. ഋഷിക്ക് ചിന്തിക്കാനൊന്നും അറിയില്ല. മറ്റൊരാളുടെ ചിന്തയിൽ സ്വാധീനിക്കപ്പെട്ടു പോകുന്ന ഒരാളാണ് ഋഷി. ഇവിടെ ഋഷിയോട് അൻസിബ ചെയ്യുന്നതും ഒരേ കാര്യമാണ്. അൻസിബയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ ഋഷിയും ഇഷ്ടപ്പെടാൻ പാടില്ല. എങ്ങാനും ഋഷി അവരോടൊന്ന് അടുക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അൻസിബ നൈസായിട്ട് ഒന്നും അറിയാത്ത രീതിയിൽ ചിലപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്തായിരിക്കും, അല്ലെങ്കിൽ ഉറങ്ങാൻ പോകുമ്പോൾ റൂമിൽ കയറുന്ന സമയത്തായിരിക്കും ഋഷീൻ്റെ അടുത്തിരുന്ന് അവരെ പറഞ്ഞ് അത് അങ്ങനെയല്ല, അടുക്കാൻ പാടില്ല, അവർ ഭയങ്കര ഭീകരമായിട്ട് തെറ്റ് ചെയ്ത ആൾക്കാരാണെന്ന് ഇവനെ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്തെടുക്കും. ഋഷി വേറെ ആരോടും അടുക്കാൻ അൻസിബ സമ്മതിക്കത്തില്ല. ഇവിടെ അൻസിബ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴക്കുണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം നോക്കി ചിരിച്ചും പിന്നെ കൈ പിടിച്ചൊക്കെ നടക്കുന്ന കാണാം. മനുഷ്യന്മാർക്ക് അങ്ങനെ പറ്റുമോ? മനുഷ്യന്മാർക്ക് അങ്ങനെ പറ്റൂല, ഇതൊക്കെ ഫേക്കാണ് എന്ന്. അങ്ങനെയല്ല അൻസിബ. അൻസിബ ഈ മറ്റുള്ളവരോടുള്ള ദുഷിപ്പും ദേഷ്യവും വൈരാഗ്യവും ഒക്കെ ഇങ്ങനെ മനസ്സിൽ വെച്ച് നടക്കുന്ന കാണുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് തന്നെ അത് ശ്വാസം മുട്ടും. ഇതെന്തിനാ ഇതിങ്ങനെ കൊണ്ടു നടക്കേണ്ട ആവശ്യം? ബാക്കി എല്ലാ കാര്യത്തിലും അൻസിബയ്ക്ക് ഭയങ്കര അറിവാണ്. മറ്റുള്ളവരോടുള്ള വെറുപ്പും ദുഷിപ്പൊക്കെ നമ്മളിങ്ങനെ ചുമന്നുകൊണ്ട് നടന്നാൽ നമുക്ക് തന്നെയാണ് ദോഷം എന്നുള്ള ബേസിക്കായിട്ട് അറിയേണ്ട ആ ഒരു കാര്യം മാത്രം അൻസിബയ്ക്ക് അറിയില്ല. ബാക്കി ലോകത്തുള്ള സകല വിവരം അറിയാം. ഈ പവർ ടീമിൽ ഉണ്ടായിരുന്ന സമയത്ത് കൈകൊട്ടി വിളിച്ചതിന് ഭയങ്കര ദേഷ്യപ്പെട്ട് അവർ പറയുന്നതൊന്നും അനുസരിക്കാതെ വായി തോന്നി ഇതൊക്കെ വിളിച്ചു പറഞ്ഞ് നിരന്തരം കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ആളായിരുന്നു അൻസിബ. അൻസിബ ഇന്നലെ എല്ലാവരെയും കൈകൊട്ടി വിളിക്കുന്നത് കണ്ടല്ലോ. അതെന്താണ്? പവർ റൂമിൽ കയറിയപ്പോൾ അൻസിബേൻ്റെ ആറ്റിറ്റ്യൂഡ് മൊത്തം മാറിയല്ലോ. എൻ്റെ അടുത്ത് ബോസിയായിട്ട് സംസാരിക്കരുത്, എൻ്റെ ബോസ് ഞാൻ തന്നെയാണെന്ന് പറഞ്ഞിട്ട് അൻസിബ ഇപ്പോൾ മറ്റുള്ളവരെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? അതെന്താ? അൻസിബയ്ക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും നന്നായിട്ട് വിശകലനം ചെയ്യാൻ അറിയാവുന്ന അൻസിബയ്ക്ക് സ്വയം അനലൈസ് ചെയ്യാൻ അറിയത്തില്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല, ഈ നോറയും അൻസിബയുള്ള ടീം, ഇപ്പം നോറ ടണലിലായിരുന്നപ്പോഴും അൻസിബ ഡെന്നിലായിരുന്നപ്പോഴും ഒക്കെ നമുക്ക് അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കിനും ഒരു നെഗറ്റീവ് ഫീലാണ് എപ്പോഴും. കാരണം എപ്പോഴും ആരുടെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. ഇപ്പോൾ അപ്സരയായാലും പിന്നെ ജാസ്മിൻ ആയാലും അവിടെയുള്ള ബാക്കിയുള്ളവരായാലും മറ്റുള്ളവരെ കുറിച്ച് പറയാറുണ്ട്. പക്ഷെ അതിനൊരു ലിമിറ്റില്ലേ. ഇത് നമ്മൾ നിരന്തരം ഒരാളെ പറ്റി ഇങ്ങനെ നെഗറ്റീവ് പറയുന്നത് കേൾക്കുമ്പോൾ അത് എത്ര പേർക്ക് കേട്ടോണ്ടിരിക്കാൻ ഇഷ്ടമുണ്ടാവും? നമുക്ക് വെറുപ്പ് തോന്നും. അൻസിബേൻ്റെ അടുത്ത് തുടക്കത്തിൽ ഇതേപോലെ ഇഷ്ടക്കേട് തോന്നിയിരുന്നു. പിന്നെ ഈ കഴിഞ്ഞ കുറച്ച് വീക്കിൽ ഈ കിച്ചണിൽ നിന്നിരുന്ന സമയത്ത് ശരിയാണ്, ജാസ്മിൻ ഒരു ജോലിയും ചെയ്തിരുന്നില്ല അവിടെ, അൻസിബ മാത്രമാണ് അവിടെ ജോലി ചെയ്തിരുന്നത്. പിന്നെ അൻസിബേൻ്റെ സംസാരം, പെരുമാറ്റം, രീതിയൊക്കെ കാണുമ്പോൾ നമുക്ക് അവരോടൊരു റെസ്പെക്റ്റ് തോന്നും. ബാക്കി എത്ര കഴിവുണ്ടായാലും ഒരു മനുഷ്യന് ക്ഷമിക്കാനുള്ളൊരു കഴിവില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇതിങ്ങനെ ഒരാളോടുള്ള വെറുപ്പും താങ്ങി നടക്കാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ അയാൾക്ക് എത്ര വലിയ ക്വാളിറ്റി ഉണ്ടായാലും സംബന്ധിച്ച് അങ്ങനെയുള്ള ആൾക്കാരെ ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇങ്ങനെയുള്ള ആൾക്കാർ ഫ്രണ്ടായാൽ എന്താ അവസ്ഥ എന്നുള്ളത് ഋഷീനെ നോക്കിയാൽ മതി. ഋഷിക്ക് അൻസിബേൻ്റെ അടുത്ത് പ്യുവറായിട്ടുള്ള സ്നേഹമാണ്. ഈ സ്നേഹത്തിൽ ചിലപ്പോൾ അൻസിബേൻ്റെ ഈ സൈഡിലുള്ളൊരു നെഗറ്റീവ് ചിന്തിക്കാൻ കഴിയുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ മനസ്സിലാവുന്നുണ്ടാവില്ല. പിന്നെ ഋഷി ഓൾറെഡി ആര് മാനിപ്പുലേറ്റ് ചെയ്താലും പെട്ടെന്ന് അങ്ങനെ ആവുന്ന ഒരാളും കൂടിയാണ്. പക്ഷേ ഇതിനിടയ്ക്ക് ഋഷിക്ക് അൻസിബേൻ്റെ അടുത്തുള്ള ഒരു നല്ലൊരു ഫ്രണ്ടായിട്ടോ സിസ്റ്ററായിട്ടോ ഒക്കെ തോന്നുന്നൊരു ഫീലിനെ അൻസിബ മിസ്യൂസ് ചെയ്യുകയാണെന്നേ ഞാൻ പറയത്തുള്ളൂ.
കാരണം എനിക്ക് ചില സമയത്ത് ഋഷീനെ കാണുമ്പോൾ സങ്കടം തോന്നും. ഋഷി ഇപ്പോൾ റസ്മിനെ പോലെ സ്വന്തമായിട്ട് ചിന്തിക്കാൻ കഴിഞ്ഞിട്ടുള്ള ആളാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ച് തീരുമാനങ്ങളൊക്കെ എടുത്ത് അഭിപ്രായം പറഞ്ഞ് അതിൽ നിന്നിരുന്ന ഒരാളാണെങ്കിൽ റസ്മിൻ്റെ അടുത്ത് തോന്നുന്നത് പോലൊരു ദേഷ്യം ഋഷീൻ്റെ അടുത്തും തോന്നും. ഇവിടെ ഋഷീൻ്റെ അടുത്ത് ദേഷ്യം തോന്നാതിരിക്കുന്നത് നമുക്കറിയാം. ഋഷി അത്രയും ജെനുവിനായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്, അവൻ അത്രേ ഉള്ളൂ എന്നുള്ളത്. പക്ഷേ അയാളുടെ ആ ഇമോഷൻസിനെ ചൂഷണം ചെയ്യുകയാണ് അൻസിബ ഇവിടെ. അൻസിബേൻ്റെ പേഴ്സണൽ ഗ്രഡ്ജും ഉണ്ട്. അങ്ങനെ പേഴ്സണൽ ഗ്രഡ്ജ് കൊണ്ട് നടക്കുന്ന 3 പേര്, ഈ റസ്മിൻ, പിന്നെ നോറ, അതേപോലെ അൻസിബ, ഇവർ മൂന്നും ഒരു പവർ ടീമിൽ വന്നപ്പോൾ അത് പിന്നെ പകരം വീട്ടാനുള്ള ടീമായി. ഇവർക്ക് ഇഷ്ടമില്ലാത്തവരോടൊക്കെ ഇവർ പകരം വീട്ടുക, അതായിരുന്നു ഇവരുടെ മെയിൻ. അതിൽ ഒരു കുറ്റബോധം അല്ലെങ്കിൽ ഒരു ഇതും അവർക്ക് തോന്നിയിട്ടില്ല. ഇന്നലെ നോറ നിന്ന് ശപിക്കുന്നത് കേട്ടപ്പോൾ, കഴിഞ്ഞ കുറച്ച് നാൾ മുന്നേ നമ്മുടെ ജാൻമണി ശപിച്ചതിൻ്റെ 2 ആഴ്ച എല്ലാവരെയും കുറ്റം പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന ആളാണ്. അങ്ങനെ ഈ 3 പേരും കൂടെ ഈ നെഗറ്റിവിറ്റിയും പേറിക്കൊണ്ട് നടന്നതിൻ്റെ ഒരു ആക്ഷനാണ് ഇന്ന് സംഭവിച്ചത്. ഇന്ന് ശ്വേതാമേനോൻ വരെ ഇവരെ ഉപദേശിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ഇതിന് മാത്രം ദേഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നത്? ഗെയിം കഴിഞ്ഞാൽ ഗെയിം അവിടെ ഉപേക്ഷിക്കൂ, പിന്നെ അത് മനസ്സിൽ വെച്ചിട്ട് നടക്കാതെ എന്നൊക്കെ. ഇത് അൻസിബ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അൻസിബയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. കാരണം അൻസിബേൻ്റെ കാഴ്ചപ്പാടിൽ മനുഷ്യന്മാർക്ക് അങ്ങനെ പിന്നെ പെട്ടെന്ന് മാറാൻ പറ്റില്ല. പെട്ടെന്ന് മാറണ്ടടോ, താൻ ഇങ്ങനെ 19 ദിവസമായിട്ട് തുടക്കം വന്ന കാര്യം മുതലേ വെച്ചുകൊണ്ട് നടക്കുകയാണ്. വിഷമം ഉണ്ടെങ്കിൽ ഒരാളോട് ആ വിഷമം പറയുന്നതിലോ, അല്ലെങ്കിൽ ദേഷ്യം തോന്നാം, മനുഷ്യനല്ലേ, അതും ദേഷ്യം മനുഷ്യന് തോന്നുന്ന ഒരു സ്വാഭാവിക വികാരം തന്നെയാണ്. പക്ഷെ അത് നിരന്തരം നമ്മൾ ഇങ്ങനെ ഹോൾഡ് ചെയ്തുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് അത് ദോഷം ചെയ്യുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അതങ്ങ് പറഞ്ഞു തീർക്കുക. അത് പേഴ്സണൽ ഗ്രഡ്ജ് ആക്കി മനസ്സിൽ കൊണ്ട് നടന്ന് അവസരം കിട്ടുമ്പോൾ പകരം വീട്ടിൽ നിന്നൊക്കെ പറയണ, എൻ്റെ അമ്മ, എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഇതൊക്കെ ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കണ്ടേ? ഒരാളോട് ഇങ്ങനെ വെറുപ്പ് നിരന്തരം, നമുക്ക് ഒരാളെ നിരന്തരം വെറുക്കണമെങ്കിൽ അയാളെ പറ്റി നിരന്തരം ഓർത്തോണ്ടിരിക്കണം, അല്ലേ? അയാളെ പറ്റി ഇങ്ങനെ ചിന്തിച്ച് അങ്ങനെ ഒരു അവസരം വരുമ്പോഴത്തേക്കിനും അയാളോട് പകരം വീട്ടുക എന്നൊക്കെ പറയണത് എന്തോരം റിസ്ക് പിടിച്ച പരിപാടിയാണ്. എന്തിനാണ് ഇതിനൊക്കെ നിൽക്കുന്നതെന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. സത്യത്തിൽ ഇന്നത്തെ ടാസ്കിൽ ഹോട്ടൽ മുതലാളിമാർ ഇവർ 4 പേരുമാണ്, ഈ അൻസിബ, റസ്മിൻ, നോറ, അഭിഷേക്. അപ്പം ഈ ഗസ്റ്റിനെ സന്തോഷിപ്പിച്ച് ഹോട്ടൽ അവിടെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകുക എന്നുള്ളത് ഇവരുടെയും കൂടെ ഉത്തരവാദിത്തമാണ്. അതിൽ ഗസ്റ്റിൻ്റെ നിർദ്ദേശപ്രകാരം ജാസ്മിൻ വന്നൊരു കാര്യത്തിന് വിളിക്കുമ്പോൾ ജാസ്മിനാണ് അത് വിളിക്കുന്നതെന്നുള്ള കാരണം കൊണ്ട്, അതായത് ഇവരുടെ ആ പേഴ്സണൽ ഗ്രഡ്ജ് മനസ്സിൽ വെച്ചത് കൊണ്ട് ഇവർ ടാസ്ക് പോലും മറന്നുപോയി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇവർക്ക് എത്രത്തോളമായിരിക്കും മറ്റുള്ളവരോടുള്ള പകയെന്ന്. കാര്യം, ജാസ്മിൻ ഒരുപാട് നെഗറ്റീവ് സൈഡ് ഉണ്ട്. പക്ഷേ ജാസ്മിൻ ഒരാളോട് ഇതേപോലെ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചുകൊണ്ട് നടക്കുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഗെയിമിലുള്ളത് ഗെയിം കഴിഞ്ഞ് അവിടെ കഴിഞ്ഞു, അതാണ് ജാസ്മിൻ്റെ മൈൻഡ് സെറ്റ്. പിന്നെ അവരോട് പോയിരുന്ന് ചിരിച്ചും കളിച്ചും ഒക്കെ സംസാരിക്കുന്ന അറിയാം. അത് ജാസ്മിൻ്റെ ഒരു നല്ലൊരു ക്വാളിറ്റിയാണ്. റസ്മിൻ്റെയും ജാസ്മിൻ്റെ ഇഷ്യൂയിലേക്ക് നേരിട്ട് വന്നാൽ, റസ്മിൻ എന്താണ് പ്രശ്നം? ജാസ്മിൻ്റെയും ഗബ്രീൻ്റെയും പിന്നെ റിലേഷൻഷിപ്പ് പ്രീ പ്ലാൻഡ് ആയിട്ട് അവർ ചെയ്തതാണ്. അങ്ങനെ അവർ നാടകം കളിച്ചതാണ്. അതിനിടയ്ക്ക് അവർ റസ്മിനെ യൂസ് ചെയ്തു എന്നുള്ളതാണ്. ഇനി അങ്ങനെ തന്നെ ഇരിക്കട്ടെ, റസ്മിനെ 19 ദിവസത്തോളം ഇവരുടെ കൂടെ നടന്നിട്ട് അന്ന് റസ്മിന് തോന്നാതിരുന്ന സംശയം, ഇപ്പം ഗബ്രി ഔട്ടായതിനു ശേഷം പലരും പറഞ്ഞു റസ്മിൻ്റെ അടുത്ത്, റസ്മിൻ നെഗറ്റീവാണ് ഈ കാരണം കൊണ്ടെന്ന്. അപ്പം പെട്ടെന്ന് ഒറ്റയ്ക്കായിട്ടുള്ള ജാസ്മിനെ നോട്ടമില്ല, ഒന്നും നോട്ടമില്ല, എനിക്ക് സേഫായാൽ മതി എന്നുള്ള ചിന്തയാണെങ്കിൽ, ഈ 50 ദിവസത്തോളം റസ്മിൻ ജാസ്മിൻ്റെ അടുത്ത് കാണിച്ചുകൊണ്ടിരുന്നത് മൊത്തം കള്ളത്തരമല്ലേ? ഒരാളുടെ കുറ്റം വേറൊരാൾ വന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കുറ്റമാണ് ഒരാൾ വന്ന് പറയുന്നതെന്നുണ്ടെങ്കിൽ സ്വയം ഒന്ന് ചിന്തിക്കുക. ചിന്തിച്ചിട്ടും ആ തെറ്റിദ്ധാരണ മാറുന്നില്ലെങ്കിൽ അയാളോട് ഡയറക്റ്റ് എന്ന് ചോദിക്കുക. ചോദിച്ചിട്ടും ഇത് മാറുന്നില്ല, അത് സ്മൂത്തായിട്ട് മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ അത് അവിടെ ബ്രേക്ക് ആക്കുക. പിന്നെ അതിനെ പറ്റിയിട്ട് ചിന്തിക്കാതിരിക്കുക, സംസാരിക്കാതിരിക്കുക, ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോവുക. അതിന് പകരം എനിക്കിനി അയാളെ ഇഷ്ടമല്ല, ഞാൻ അയാളോട് മിണ്ടാനും പോകത്തില്ല എന്ന് പറയുകയും ചെയ്യും. ഇതൊക്കെ മനസ്സിൽ സൂക്ഷിച്ചിട്ട് ഒരവസരം വരുമ്പോൾ പകരം വീട്ടാൻ കാത്തിരിക്കുകയും ചെയ്യും. അങ്ങനെ ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ റസ്മിന് സംഭവിച്ചതുപോലെ ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാതെ കയ്യിൽ നിന്ന് പോകും. ഇന്നിപ്പോൾ ജാസ്മിൻ ക്ഷമിച്ചില്ലായിരുന്നെങ്കിൽ റസ്മിന് കിട്ടിയിട്ടുള്ള ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും റസ്മിൻ്റെ ഈ പിന്നെ പക വീട്ടിൽ കാരണം സംഭവിക്കാൻ പോകുന്നത്. വെറുതെ ആവശ്യമില്ലാത്ത ചുമടും നായം കൊണ്ട് നടന്ന് അവനവൻ്റെ ഷോൾഡറിന് പെയിൻ ഉണ്ടാക്കാതെ ദൂരെ വലിച്ചെറിയേണ്ട കാര്യങ്ങളൊക്കെ ദൂരെ വലിച്ചെറിയുക, മര്യാദയ്ക്ക് സമാധാനമായിട്ട് മുന്നോട്ട് ജീവിക്കുക.